ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ ധരാലിയിൽ ആകാശമാർഗമുള്ള രക്ഷാപ്രവർത്തനം ഊർജിതം. അതേസമയം ഉത്തരകാശിയിൽ നിന്നും ധരാലിയിലേക്കുള്ള റോഡും പാലങ്ങളും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ താൽക്കാലികമായി പുനർനിർമ്മിച്ചു വരികയാണ്. കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത 24 മണിക്കൂറിൽ റോഡ് മാർഗം ദുരന്തമുഖത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉത്തരകാശിയിൽ നിന്നും ദർശനിലേക്ക്, അതായത് ഈ അപകട സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണിത്. ഈ വഴി പൂർണ്ണമായും തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. ഇവിടെ ഒരു പാലമുണ്ടായിരുന്നു, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നിർമ്മിച്ച പാലമായിരുന്നു. ആ പാലം പൂർണ്ണമായി കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഫ്ലാഷ് ഫ്ലഡിൽ പൂർണ്ണമായി തകർന്നു പോയിരിക്കുകയാണ്. ഈ പാലം നിർമ്മിച്ചാൽ മാത്രമേ ഇതിൻ്റെ മറുകരയിലേക്ക് എത്തുവാനും ഈ അപകട സ്ഥലത്തേക്ക്, ഈ ദുരന്തമുഖത്തേക്ക് എത്തുവാനും സാധിക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഈ പാലം പണിയുവാൻ വേണ്ടി ഇവിടേക്ക് കൂടുതൽ സാധനങ്ങൾ എത്തിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വെല്ലുവിളി. അതായത് ഇതിനു മുമ്പേ തന്നെ നിരവധി സ്ഥലങ്ങളിൽ റോഡ് തകർന്ന സ്ഥിതിയാണ്. അവിടങ്ങളിൽ റോഡ് ശരിയാക്കിയെങ്കിൽ മാത്രമേ ഇവിടേക്കെത്തി ഇവിടെ ഒരു ബെയിലി പാലം സൈന്യത്തിന് നിർമ്മിക്കാൻ കഴിയൂ. ഈ ബെയിലി പാലം നിർമ്മിക്കുവാൻ ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഈ മേഖലയിലേക്ക്, ഉത്തരകാശി മേഖലയിലേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചു കഴിഞ്ഞു. അതേസമയം ഇവിടേക്ക്, ഈ മേഖലയിലേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലം തകർന്ന ഈ മേഖലയിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രധാന വെല്ലുവിളി. എങ്ങനെയും ഈ പാലം മുറിച്ചു കടന്ന് അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിന് മറുകരയിൽ എത്തിയാൽ മാത്രമേ ഈ അപകട സ്ഥലത്തേക്ക്, ദുരന്തമുഖത്തേക്ക് എത്തുവാൻ കഴിയൂ. നിലവിലിപ്പോൾ റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കാത്തതിന് പ്രധാന കാരണവും ഈ പാലം തന്നെയാണ്. ഈ പാലം തകർന്നാൽ ഒരു പരിധിവരെ വാഹനങ്ങൾക്ക്, ചെറിയ വാഹനങ്ങൾക്ക് ഉത്തരകാശി വരെ കടന്നു പോകുവാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈ പാലം ഇപ്പോൾ പുനർനിർമ്മിക്കാൻ കഴിയാതെ പോകുന്നത് വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നു. നിലവിൽ രക്ഷാപ്രവർത്തനം ഹെലികോപ്റ്റർ മാർഗം മാത്രമാണ് നടക്കുന്നത്. സൈന്യത്തിൻ്റെയും അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് സർക്കാർ വാടകയ്ക്കെടുത്ത 3 ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ നേതൃത്വത്തിൽ 50-ലധികം ആൾക്കാരെയാണ് രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. ചിലരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന് പുറമെ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം. സൈന്യമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. സൈന്യത്തിന്റെ രശ്പുത്ര റൈഫിൾസ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതുകൂടാതെ NDRFിന്റെയും SDRFിന്റെയും അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. സേവാഭാരതി പ്രവർത്തകരും ഈ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനം ഒരു കോണിൽ പുരോഗമിക്കുമ്പോൾ ഇത്തരത്തിൽ റോഡ് മാർഗം രക്ഷാപ്രവർത്തനം സാധ്യമാകാതെ പോകുന്നതാണ് വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. ഈ പാലം എത്രയും പെട്ടെന്ന് നിർമ്മിക്കുവാനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പേ തകർന്നിരിക്കുന്ന ചില ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ ശരിയാക്കാത്ത പക്ഷം ഈ പാലത്തിലേക്ക് അല്ലെങ്കിൽ ഈ പാലം നിർമ്മിക്കുവാൻ ആവശ്യമായ സാധനങ്ങളുമായി വാഹനങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വാഹനങ്ങൾ എത്തില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. ഏതായാലും ഇത് പാലം പണി തുടങ്ങിയാൽ ഏതാണ്ട് 6-8 മണിക്കൂറിനകം ഈ പാലത്തിൻ്റെ പണി തീരും എന്നുള്ളതാണ് പ്രധാനമായും ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പറയുന്നത്. വയനാട് പോലെ ഒരുപക്ഷെ കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയില്ല. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ ഈ പാലത്തിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് തകർന്നു പോയിട്ടുള്ളത്. ഈ പാലം ഉറപ്പിച്ചിരിക്കുന്ന 2 ബേസുകളും, ഈ കരയിലും മറുകരയിലുമുള്ള 2 ബേസുകളും വളരെ സുരക്ഷിതമായി തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ബെയിലി പാലം നിർമ്മിക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി ആകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് മുകളിൽ കൂടി റെയിൽ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പാലം നിർമ്മിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ധാരാലിയിലേക്ക് അവശ്യ സാധനങ്ങളും മറ്റും എത്തിക്കുവാൻ ഇപ്പോൾ ഹെലികോപ്റ്ററുകളും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. അതായത് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഈ ധരാലി ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒലിച്ചു പോയിട്ടുള്ളത്. മറ്റൊരു ഭാഗത്ത് ജനങ്ങൾ സുരക്ഷിതമായി തന്നെ കഴിയുന്നുണ്ട്. അവിടേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അത് ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഹെലികോപ്റ്ററിൽ ഈ അവശ്യ സാധനങ്ങൾ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മാത്രമല്ല ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക്, വീടുകളും മറ്റും നഷ്ടപ്പെട്ടവർക്ക്, അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളും സർക്കാർ നൽകി വരുന്നു. അതായത് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ ഷെൽട്ടർ ഹോമിലാണ് അഭയം നൽകിയിരിക്കുന്നത്. പിന്നീട് അവർക്ക് വീട് വെച്ച് നൽകുന്നതടക്കം സർക്കാർ പരിശോധിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇടപെടൽ വളരെ കർശനമാണ്. പ്രത്യേകിച്ച് ഈ ദുരന്ത മേഖലയിൽ ആവശ്യമായ മുഴുവൻ സഹായങ്ങളും നൽകുവാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നിർദ്ദേശം നൽകിയിരുന്നു.
ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായും പ്രധാനമന്ത്രി നിരന്തരം കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു സംയുക്ത ശ്രമ ഫലമാണ് ഇപ്പോൾ ഉത്തരകാശിയിലെ ഈ ദർസിയിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ എത്ര ഭയാനകമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് കാണാം. ഈ പാറക്കല്ലുകൾ, ഈ താഴെ കാണുന്ന പാറക്കല്ലുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഫ്ലാഷ് ഫ്ലഡിൽ മേഘവിസ്ഫോടനത്തിൽ ഒലിച്ച് താഴേക്കെത്തിയതാണ്. വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ് ഇവിടേക്ക് ഉരുണ്ട് എത്തിയത്. ആ സമയം ഇവിടെ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം വിലയിരുത്തുവാൻ. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിശക്തമായ മഴ പെയ്തതിനാൽ തന്നെ വളരെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു ഈ മേഖലയിലേക്ക് യാത്ര ഒഴിവാക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് തീർത്ഥാടകർ ഉണ്ടായിരുന്നില്ല. ഉത്തരകാശിയിലേക്കും അതേപോലെ തന്നെ ചാർധാം തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പങ്കെടുക്കുന്ന ഭക്തർ, തീർത്ഥാടകർ അവർ ഈ വഴിയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. നേരത്തെ തന്നെ സർക്കാരിൻ്റെ കർശനമായ നിർദ്ദേശമുള്ളതിനാൽ തന്നെ കൂടുതൽ തീർത്ഥാടകർ ഈ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു. അതേസമയം ഒറ്റപ്പെട്ട മേഖലയിൽ കഴിഞ്ഞിരുന്ന മലയാളികളടക്കമുള്ളവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഇടപെടലാണ് നിർണായകമായത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഓഫീസ് കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നിരന്തരം സമ്പർക്കം പുലർത്തി ഈ മലയാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയായിരുന്നു. പ്രത്യേകിച്ച് കൂടുതൽ ഈ മലയാളികൾക്ക് അവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തേണ്ടത് അല്ലെങ്കിൽ എത്തിക്കുവാൻ വേണ്ട ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഈ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ പാലം വെല്ലുവിളിയായി നിൽക്കുന്നു. ഈ പാലം നിർമ്മിച്ചാൽ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ഇതിൻ്റെ പൂർണ്ണ സജ്ജമാകും. അല്ലെങ്കിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഈ തകർന്ന പാലം പുനർനിർമ്മിക്കേണ്ടിയിരിക്കുന്നു.